ഒരു വക്കോട്ടെ പാത്രത്തിൽ നിന്നെ കാണുമ്പോൾ ഇന്നും ഒരു പുഞ്ചിരി. മുടിപാത്രമില്ലാതെ ദൂരെ പഴയ മേശയ്ക്ക് കീഴേ കിടന്ന ആ പാത്രം കയ്യിലെടുത്തപ്പോൾ ഒരു കോലാഹലം ഞാൻ കേട്ടു. എല്ലാവരും നിരനിരയായി നിന്നെ ബഹളമുണ്ടാക്കാതെ. കയ്യിലൊരു ചൂരലുമായി റീസാമ്മ ടീച്ചറിന്റെ ശബ്ദം വേറെ. വിശപ്പിന്റെ ആരവങ്ങൾ എന്റെ ഉള്ളിൽ അലതല്ലി മറയുമ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ചുവടുകളിൽ അറിയാതെ കാലിന് ഒരു ഇടർച്ച. ഒരു വലിയ അലുമിനിയം ബക്കറ്റ് നിറയെ ആവി പരക്കുന്ന ചൂട് കഞ്ഞി കാണുമ്പോൾ എന്റെ വായിലൂടെ കപ്പലോടിക്കാവുന്ന അത്രയും വെള്ളമുണ്ട്. അരികിലെ ചെറിയൊരു ബക്കറ്റിൽ പകുതിയോളം വരുന്ന ചെറുപയർ കാണുമ്പോൾ ഞാൻ നിരയിലെ കൂട്ടുകാരെ നോക്കും. എന്നിട്ട് മനസ്സിൽ ചോദിക്കും, ഇത്രയും പേർക്ക് ഇത് തികയുമോ? ഓരോരുത്തർക്കും 3 കയ്യിൽ കഞ്ഞിക്കോരി ഒഴിക്കുമ്പോൾ ബക്കറ്റ് കാലിയായിക്കൊണ്ടേയിരിക്കും. എന്റെ ഊഴം വരുമ്പോൾ നീട്ടിയ പാത്രത്തിലേക്ക് നിറയെ കഞ്ഞിക്കോരി ഒഴിച്ച് ഒരു ചെറിയ കയ്യിൽ പയറുമിട്ട് അതും വാങ്ങി മുന്നോട്ട് നീങ്ങുമ്പോൾ എന്റെ കുഞ്ഞു വിരലുകൾ ഒന്ന് പൊള്ളിയിട്ടുണ്ടാവും. താഴെ കൂട്ടുകാരോട് കൂടി പട്ടം കൂടിയിരുന്ന് കഴിക്കുമ്പോൾ ആരെങ്കിലും കൊണ്ടുവന്ന അച്ചാറിന്റെ ഒരു അംശം കൂടി തൊട്ടു നോക്കി ആ ചൂട് കഞ്ഞി ആസ്വദിച്ച് കഴിക്കും. വീട്ടിൽ നിന്നും കെട്ടിപ്പോഞ്ഞ പാത്രത്തിൽ ഉച്ചഭക്ഷണം കൊണ്ടുവന്ന മേലാളന്മാർ വിളിച്ചു പറയും, അയ്യേ കഞ്ഞിൽ പുഴു. അത് കേട്ട് തെല്ലും പരിഭ്രമിക്കാതെ ഞാനും കൂട്ടുകാരും ഒരു വറ്റുപോലും ബാക്കി വെക്കാതെ ആ പാത്രം കാലിയാക്കി എഴുന്നേൽക്കും. ഉച്ചക്കഞ്ഞിക്ക് പേര് കൊടുത്ത് അത് കഴിക്കാതെ ഓണത്തിനും ക്രിസ്മസിനും സഞ്ചിയുമായി വന്ന് അരിവാങ്ങി പോകുന്ന മേലാളന്മാർ പറഞ്ഞ ഇല്ലാത്ത പുഴുവിനേക്കാൾ വലുതായിരുന്നു ഞങ്ങളുടെ വിശപ്പ്. ഞാൻ എൻ്റെ കയ്യിലിരുന്ന പാത്രം ഒന്ന് തപ്പി നോക്കി, ഒരു വെട്ട് ചോറെങ്കിലും ബാക്കിയുണ്ടോ എന്നറിയാൻ. ഉച്ചക്കഞ്ഞി